ശബരിമലയിൽ നവീകരണത്തിനായി ഇളക്കിയെടുത്ത ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ഒക്ടോബർ 17-ന് പുനഃസ്ഥാപിക്കും. ഇതിനായി താന്ത്രിക അനുമതിയും ഹൈക്കോടതി ഉത്തരവും ലഭിച്ചതോടെയാണ് നീക്കം. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണം പൂശിയ പാളികൾ ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഒക്ടോബർ 17-ന് പുനഃസ്ഥാപിക്കുകയാണ്. വലിയ വിവാദത്തിന് ശേഷമാണ് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്, സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. ഇതുപോലെ തന്നെയാണ് വലിയ വിവാദങ്ങൾ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുകളിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണപ്പാളികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്നും ഇളക്കി മാറ്റിയത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി കൂടാതെയാണ്, ഹൈക്കോടതിയുടെ അനുമതി കൂടാതെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതിനെ തുടർന്നാണ് ആ വിവാദങ്ങൾ ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതിനുശേഷം അത് എത്രയും വേഗം തന്നെ തിരികെ കൊണ്ടുവരണമെന്ന് ഹൈക്കോടതിയുടെ അടക്കം കൃത്യമായിട്ട് ഉത്തരവുണ്ടായിരുന്നു, നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്നും ഇളക്കി മാറ്റിയ പാളികൾ സന്നിധാനത്ത് ദേവസ്വം ബോർഡ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരികെ എത്തിച്ചത്. എന്തായാലും അത് തിരികെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പുനഃസ്ഥാപിക്കുന്നതിന് അതിന് താന്ത്രികമായിട്ടുള്ള അനുമതിയും ഹൈക്കോടതിയുടെ അനുമതിയും വേണമെന്നുണ്ടായിരുന്നു. എന്തായാലും ആ രണ്ട് അനുമതികൾ കിട്ടിയതിനെ തുടർന്നാണ് എന്തായാലും ഒക്ടോബർ 17-ന് ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ തിരികെ പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം എന്തായാലും ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. ഈ നിലവിലിപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം അവ സന്നിധാനത്തുള്ള സ്ട്രോങ് റൂമിൽ, ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുലാമാസ പൂജകൾക്കായിട്ട് ഒക്ടോബർ 17-ന് നട തുറക്കുന്ന വേളയിലാണ് എന്തായാലും ആചാരപ്രകാരം ഇത് പുനഃസ്ഥാപിക്കുക എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അത് ചെന്നൈയിൽ അറ്റകുറ്റപ്പണികൾക്കായിട്ട് കൊണ്ടുപോയത് വലിയ വിമർശനങ്ങൾക്കടക്കം കാരണമായിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ നടപടി വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെയും അതോടൊപ്പം തന്നെ ചെന്നൈയിലെ ഇത് അറ്റകുറ്റപ്പണി നടത്തുന്ന സ്വകാര്യ കമ്പനിയെയും ഒക്കെ പ്രതി ചേർത്തുകൊണ്ട് ദേവസ്വം ബോർഡ് നിയമ നടപടികളുമായിട്ട് ഹൈക്കോടതി സ്വമേധയാ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ സന്നിധാനത്ത് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായത്. ആ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ദേവസ്വം ബോർഡ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന വേളയിലായിരിക്കും ഇത് തിരികെ പുനഃസ്ഥാപിക്കുക. താന്ത്രിക അനുമതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയും കൂടി ലഭിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് അവ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്.